സംസ്ഥാന ഹൈവേയുടെ പൂടംകല്ല് ചിറങ്കടവ് ഭാഗത്തെ റോഡ് നവീകരണത്തിന് തടസ്സമാകുമെന്ന് സർവേയിൽ കണ്ടെത്തി. പൊളിച്ചുമാറ്റാൻ നീക്കിവെച്ച ബളാംതോട് ടൗണിലെ കെട്ടിടത്തിന് നികുതി വാങ്ങി പഞ്ചായത്ത് അധികൃതർ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പരിശോധിച്ചു. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന ഹൈവേയുടെ പൂടംകല്ല് ചിറങ്കടവ് ഭാഗത്തെ റോഡ് നവീകരണത്തിന് തടസ്സമാകുമെന്ന സർവേയിൽ കണ്ടെത്തി. പൊളിച്ചുമാറ്റാൻ നീക്കിവെച്ച ബളാംതോട് ടൗണിലെ കെട്ടിടത്തിന് കെട്ടിട നികുതി വാങ്ങി പഞ്ചായത്ത് അധികൃതർ എന്ന ആരോപണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പനത്തടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ മുഹമ്മദ് അലി ഇർഷാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് ഡാനിയൽ, LD ക്ലർക്ക് ഭാസ്കരൻ എന്നിവർ തിങ്കളാഴ്ച വൈകുന്നേരം 4:30 മണിയോടെ 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പരിശോധിക്കാനെത്തി. പെർമിറ്റ് റദ്ദാക്കി നോട്ടീസ് കൊടുക്കുകയും പൊളിച്ചുമാറ്റിയ ശേഷം അതിന്റെ ചിലവ് ഉടമയെക്കൊണ്ട് അടപ്പിക്കുകയുമാണ് പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ടിയിരുന്നതെന്നും ഇവർ പറയുന്നു. നമ്മൾ ബളാംതോട് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പൊളിച്ചു മാറ്റാനുള്ള ബിൽഡിങ്ങുകളുണ്ട്. അത് പൊളിച്ചു മാറ്റാത്തതിന്റെ നടപടി സ്വീകരിക്കുന്നില്ല പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ അതിനൊരു പരാതി കൊണ്ട് പോയിട്ടായിരുന്നു. പക്ഷെ ആ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവര് അതിന്റെ ടാക്സ് ഇന്നലെ പോയിട്ട് അതിന്റെ പെർമിറ്റ് പുതുക്കി. പിന്നെ അപ്പോൾ നമ്മൾ സെക്രട്ടറിയോടക്കം നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന്റെ ഇത്രയും ഇഷ്യൂ ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാനായ ബിൽഡിങ്ങുകളാണ്. അതായത് പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് റോഡിന്റെ ആണെങ്കിലും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പെർമിഷൻ കൊടുക്കരുത് എന്ന് നമ്മൾ പഞ്ചായത്തിനോട് പറഞ്ഞാണ്. പക്ഷെ അവരതിന് ഇന്നലെ പുതുക്കിയിട്ടുണ്ട്. അപ്പം അതിനുള്ള നടപടി എന്തായാലും ഉണ്ടാവണം. കെട്ടിടം സന്ദർശിക്കാൻ എത്തിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം പരാതിക്കാരോട് നേരിട്ട് പറയുകയും നടപടി എടുപ്പിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിന് വിരുദ്ധമായാണ് കെട്ടിട നികുതി അടപ്പിച്ചത്. അതേസമയം കെട്ടിട ഉടമ ഫ്രണ്ട് ഓഫീസ് മുഖേനയോ K-Smart വഴിയോ നികുതി അടച്ചതാകാമെന്നും എന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടില്ലെന്നും അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി അറിയിച്ചു. അടുത്ത ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം വെക്കുകയും നടപടി എടുക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ജനുവരി 14 ബളാംതോട് മിൽമ ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് തടസ്സങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന ഹൈവേയുടെ നവീകരണത്തിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി അധികൃതർ, മലനാട് വികസന സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ.